ഇനി യൂണിറ്റ് 5 ആണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റത്തെ BPS 184 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 5 പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇൻവെന്ററി കൺട്രോൾ. പ്രൊക്യൂർമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഖരിച്ചു വെക്കുക, അതേപോലെ തന്നെ ഇൻവെന്ററികൾ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. എന്താണ് procurement and inventory control are identified as major components of logistics management. While procurement involves the acquisition of goods and services, inventory control focuses on maximizing a company's use of those items to maintain profitability and ethical standards. അതായത് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ള സാധനം അക്വിസിറ്റ് ചെയ്യാന്നുള്ളതാണ്. ദെൻ ഇൻവെന്ററി കൺട്രോൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? കമ്പനീന്റെ ആ ഐറ്റംസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രൊക്യൂർമെന്റ് അതേസമയം സാധനങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് പ്രൊക്യൂർമെന്റ്. പ്രൊക്യൂർമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്ട്രാറ്റജിക് പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് ഒബ്റ്റെയിനിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് റേഞ്ചിങ് ഫ്രം സോഴ്സിംഗ് ടു ഡെലിവറി. സാധനങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഒബ്റ്റെയിൻ ചെയ്യുക, ഐഡന്റിഫൈങ് ദ ഗുഡ്സ് ആൻഡ് ഒബ്റ്റെയിനിങ് ദ സർവീസസ് ആണ്. ദെൻ റേഞ്ചിങ് ഫ്രം സോഴ്സിംഗ് ടു ഡെലിവറീസ്. ആ സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടൽ തൊട്ടിട്ട് ശേഖരിക്കൽ തൊട്ടിട്ട് ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള ആ ഒരു കാര്യത്തിനാണ് അണ്ടർസ്റ്റാൻഡിങ് പ്രൊക്യൂർമെന്റ്. Then procurement vs purchase. Procurement is a strategic long term process ആണ്. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ട് അത് എങ്ങനെയൊക്കെ ശേഖരിക്കണം, എന്തൊക്കെയാണ് നമ്മൾ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? സ്പെസിഫിക് ഫംഗ്ഷൻ ഓഫ് ട്രാൻസാക്ഷണലി ബൈയിങ് ഗുഡ്സ് ആണ്. ഒന്നെങ്കിൽ നമ്മൾ സാധനങ്ങൾ ശേഖരിച്ച് ഫ്രം സ്ക്രാച്ച് തൊട്ടിട്ട് തുടങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് എവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങണം, ഏത് സപ്ലയറിനെ മീറ്റ് ചെയ്യണം, ഏത് മാനുഫാക്ചറിങ് യൂണിറ്റിനെ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈങ് വർക്കിംഗ് വിത്ത് അപ്രോപ്രിയേറ്റ് സപ്ലൈസ്. സോഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, നമ്മളെ രീതിക്ക് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷന് പോണ സപ്ലയേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ സോഴ്സിംഗ് ചെയ്യുക എന്നുള്ളത്. പ്രൊക്യൂർമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ദെൻ പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടുന്ന് പർച്ചേസ് ചെയ്യണം, എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നുള്ളത് സ്പെസിഫിക് ബൈയിങ് ഗുഡ്സ് ആണ്, ഫംഗ്ഷൻ ഓഫ് ട്രാൻസാക്ഷണലി ബൈയിങ് ഗുഡ്സ് ആണ്. സോഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സപ്ലയേഴ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊക്യൂർമെന്റ്. റോൾ ഓഫ് പ്രൊക്യൂർമെന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ലോവസ്റ്റ് കോസ്റ്റിൽ ആ ഒരു സാധനം എന്താണ് തടസ്സങ്ങളില്ലാതെ ഫ്ലോ ചെയ്ത് നിൽക്കുക. ദെൻ എന്താണ് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ക്വാളിറ്റി, ആ ഒരു ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ദെൻ ഒപ്റ്റിമൈസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വലിയൊരു ഘടകമാണ് ഈ കാര്യത്തിൽ. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ അതാണ് പ്രൊക്യൂർമെന്റിന്റെ മേജർ റോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് 7 hours ഓഫ് പ്രൊക്യൂർമെന്റ്. റൈറ്റ് പ്രൈസിൽ, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് സോഴ്സ്, റൈറ്റ് സർവീസസ്. എന്താണ് പ്രൊക്യൂർമെന്റ് മെത്തേഡ് എങ്ങനെയൊക്കെയാണ്? സെലക്ഷൻ ഡീറ്റെയിൽസ്, ഓപ്പറേഷൻ ആസ്പെക്ട് ഓഫ് അക്വയറിംഗ് മെറ്റീരിയൽസ്. നമ്മൾ എന്താണ് ഓപ്പറേഷണൽ ആസ്പെക്ട് വെച്ചിട്ട് മെറ്റീരിയൽസ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പ്രൊക്യൂർമെന്റ് പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്? സർവേയിങ് ദ മാർക്കറ്റ് നമ്മൾ നല്ലോണം സർവേ ചെയ്യുക. ഐഡന്റിഫൈങ് സപ്ലയേഴ്സ്, നമ്മൾ എന്താണ് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാണ്, നമ്മൾ ശേഖരിക്കണം. അപ്പൊ എങ്ങനെയാണ്? ആദ്യം നമ്മൾ മാർക്കറ്റ് സർവേ ചെയ്യുക. ദെൻ അവിടെ നമ്മളെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ആരാണ് അത് കൊടുക്കുന്നത് എന്നുള്ള ഒരു സപ്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ എന്താണ് ക്രിയേറ്റിംഗ് ആൻഡ് അപ്രൂവ്ഡ് വെൻഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അപ്രൂവ്ഡ് ആയിട്ടുള്ള നമുക്ക് ഓക്കെ ആയിട്ടുള്ള. ദെൻ എസ്റ്റാബ്ലിഷിംഗ് ഗുഡ് സപ്ലയർ റിലേഷൻഷിപ്പ്, എന്നിട്ട് അവരുടെ സാധനം വാങ്ങി നല്ലൊരു സപ്ലയർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ആരൊക്കെയാണ് ടൈപ്പ് ഓഫ് ബയേഴ്സ്? ആരൊക്കെയാണ്? മർച്ചന്റ് ബയേഴ്സ് ഉണ്ട്. അതിലാരൊക്കെ? ഹോൾസെയിൽ, റീറ്റെയിലേഴ്സ്. അത് റീറ്റെയിലേഴ്സ് ആരാണ്? പർച്ചേസ് ഫോർ റീസെയിൽ, വീണ്ടും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഇൻഡസ്ട്രിയൽ ബയേഴ്സ് എങ്ങനെയൊക്കെ? പർച്ചേസിംഗ് റോ മെറ്റീരിയൽസ് ഓർ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഫോർ ഓപ്പറേഷൻ. ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ബയേഴ്സ്. ദെൻ സ്പെൻഡ് കാറ്റഗറീസ്. ആരാണ് സ്പെൻഡ് കാറ്റഗറീസ്? ഡയറക്റ്റ് സ്പെൻഡ് ഉണ്ട്, അങ്ങനെയൊക്കെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ഐറ്റംസ് ലൈക്ക് റോ മെറ്റീരിയൽസ്. ദെൻ ഇൻഡയറക്റ്റ് പ്രൊക്യൂർമെന്റ്, നോൺ പ്രൊഡക്ഷൻ ഐറ്റംസ് ലൈക്ക് ഓഫീസ് സപ്ലൈസ് ഓർ ഹെവി എക്യുപ്മെന്റ്. സ്പെൻഡ് കാറ്റഗറീസ് എങ്ങനെയൊക്കെയാണ്? ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്താണ് റോ മെറ്റീരിയൽസ്, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനങ്ങളുടെ റോ മെറ്റീരിയൽസിനെ വാങ്ങുന്നത്. അല്ലാതെ ഓഫീസ് സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഹെവി എക്യുപ്മെന്റ്സ് ഒക്കെയാണ് നെക്സ്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് പ്രൊക്യൂർമെന്റ് ഉള്ളത്. പ്രൊക്യൂർമെന്റ് സൈക്കിൾ നമ്മൾ എത്തി. സ്റ്റാൻഡേർഡ് സൈക്കിൾ ഇൻക്ലൂഡ്സ് ഐഡന്റിഫൈ നീഡ്സ്. നമുക്ക് ആദ്യം എന്താണ് ഒരു ആവശ്യം ഉണ്ടാവണം. ദെൻ മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്യാണ്, കോസ്റ്റ് അനലൈസ് ചെയ്തു, നമ്മളെ കൊണ്ട് മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് ഇന്നൊരു സാധനം ആവശ്യമാണെന്ന് മനസ്സിലാക്കി. ദെൻ എന്താണ് സപ്ലയർ ഐഡന്റിഫിക്കേഷൻ, ആ സാധനം കൊടുക്കുന്ന സപ്ലയർ കണ്ടു. സൈനിങ് നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ്സ് ഒക്കെ എന്താ നമ്മൾ സൈൻ ചെയ്തു. ദെൻ എന്താണ് സപ്ലയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാണ്, നെഗോസിയേഷൻ, എന്തെങ്കിലും ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോസിയേറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസിന്റെ കാര്യത്തിലാവട്ടെ എന്തെങ്കിലും കാര്യത്തിലാവട്ടെ. ദെൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. അങ്ങനെയാണ് ഈ ഒരു പ്രൊക്യൂർമെന്റ് സൈക്കിൾ നീങ്ങുന്നത്. ദെൻ ഇൻവെന്ററി കൺട്രോൾ എന്താണെന്ന് നോക്കാം.
ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിം ഇൻവെന്ററി ഇൻക്ലൂഡ് റോ മെറ്റീരിയൽസ്, ഫ്യൂവല്, സെമി പ്രോസസ്ഡ് മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ഇൻവെന്ററി എന്നുള്ളത്. അതിന്റെ ഒരു കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ? ഇൻവെന്ററി കൺട്രോൾ ഫോക്കസസ് ഓൺ regulating and verifying stock at specific location to meet business demands with minimum investment വെച്ചിട്ട് എന്താണ് ബിസിനസ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ? സ്റ്റോക്ക് വെരിഫൈ ചെയ്തിട്ട്, റെഗുലേറ്റ് ചെയ്തിട്ടും സ്റ്റോക്ക് വെരിഫൈ ചെയ്തിട്ടും എന്താണ് നമ്മൾ ബിസിനസ് ഡിമാൻഡ് വിത്ത് മിനിമം ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാണ്. ഇൻവെന്ററി മാനേജ്മെന്റ് ഇസ് എ ബ്രോഡ് ടേം covering the tracking of inventory throughout the entire supply chain from sourcing to order fulfillment. Inventory management എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? ഇൻവെന്ററി സപ്ലൈ ചെയിൻ തൊട്ടിട്ട് സോഴ്സിംഗ് ടു ഓർഡർ ഫുൾഫിൽമെന്റ് വരെയുള്ള ആ ഒരു രീതി വരെയാണ് ഇൻവെന്ററി മാനേജ്മെന്റ് വരുന്നത്. എന്നാൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? റോ മെറ്റീരിയൽസ്, ഫ്യൂവല്, സെമി പ്രോസസ്ഡ് മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ദെൻ കോസ്റ്റസ് ഓഫ് ഇൻവെന്ററി നമുക്ക് ഏതൊക്കെ ടൈപ്പിലുണ്ട് നോക്കാം. എന്താണ്? ഇൻറ്റു ഹോൾഡിംഗ് കോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഫിക്സ്ഡ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വെയർ ഹൗസ് ക്യാപിറ്റൽ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, പേഴ്സണൽ ഒക്കെ. വേരിയബിൾ കോസ്റ്റിലുള്ളതാണ് ഇൻഷുറൻസ്, ഒബ്സലൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ്. ഈ ഒരു ഭാഗം നല്ല ഇമ്പോർട്ടന്റ് ആണ്. ABC അനാലിസിസ്. എന്താണ് ABC അനാലിസിസ്? ക്ലാസിഫൈസ് ഐറ്റം ബേസ്ഡ് ഓൺ വാല്യൂവിനനുസരിച്ചിട്ട് എന്തുണ്ടാവുക? ഐറ്റം ക്ലാസിഫൈ ചെയ്യുക. ഗ്രൂപ്പ് എയിൽ ഉണ്ടാവുക എങ്ങനെയാണ്? നല്ല വിലയുള്ള സാധനം, പക്ഷെ അത് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുള്ളൂ. 90% അതിന് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ 10% സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. ബി ആണെങ്കിലോ 50-50 വാല്യൂവും സ്റ്റോക്കും സെയിം ആയിട്ട്. ദെൻ ഗ്രൂപ്പ് സി ആണെങ്കിലോ ലോ വാല്യൂ ആണ് ഉണ്ടാവുക. അതിനെന്താണ് 10% വാല്യൂം, ദെൻ എന്താണ് അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 90%. അങ്ങനെ. ദെൻ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ, ഫോക്കസ് ഓൺ ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി ടു ഓർഡർ ആൻഡ് ടൈമിംഗ് ഓഫ് ദി ഓർഡർ. എത്രത്തോളം നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ട്, ഇന്ന സമയത്ത് ഒരു ടൈമിങ്ങിന്റെ ഓർഡർ സമയത്ത് എത്ര ക്വാണ്ടിറ്റി നമ്മളടുത്ത് ആവശ്യമുണ്ട്, ആ ഒരു ടൈമിങ്ങിനനുസരിച്ചിട്ട് എന്ത് ഒരു ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഇൻ ടൈം എന്താണ്? സ്റ്റോക്ക് ഈസ് ഓർഡർഡ് ഓൺലി നീഡഡ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ടു മിനിമൈസ് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ എപ്പോഴാണ് കിട്ടുന്നത് ആ ഒരു ടൈമിൽ എന്താണ് സ്റ്റോക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈം. മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിങ്, MRP. ഇൻവെന്ററി ഈസ് ഓർഡർഡ് ബേസ്ഡ് ഓൺ സെയിൽസ് ഫോർകാസ്റ്റ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡിന് നമ്മൾ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിങ് ചെയ്യുക എന്നുള്ളത്. VED എന്താണ്? വൈറ്റൽ ആൻഡ് എസെൻഷ്യൽ ഡിസൈറബിൾസ്. എന്താണ്? ചില ഐറ്റംസ് ഒക്കെ എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ അതെന്താണ് ബേസ്ഡ് ഓൺ ക്രിട്ടിക്കൽ ആസ് വൈറ്റൽ, എസെൻഷ്യൽ ഓർ ഡിസൈറബിൾ ഐറ്റംസ്. അപ്പൊ ഐറ്റംസ് പൊതുവെ സ്റ്റോക്ക് ചെയ്യണോ അല്ലെങ്കിൽ ആ ടൈമിൽ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു പ്ലാനിങ്. ടെക്നോളജി വൈസ് എങ്ങനെയാണ്? ബാർകോഡ്സ്, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, ടാഗ്സ് ആർ ഓഫൻ യൂസ് ഫോർ റിയൽ ടൈം ട്രാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു. ഇപ്പോൾ നമ്മൾ ബാർകോഡ് സിസ്റ്റം നമ്മൾ സുഡിയോയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സിലൊക്കെ ഒരു ടാഗ് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആ ഒരു അങ്ങനെ ഒരു ടാഗിങ് സിസ്റ്റം ഒക്കെ ഉണ്ടാകുമ്പോൾ ടെക്നോളജി ബേസിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അതെവിടെയാണ് ഉള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ.